ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ 11-ാമത്തെ അധ്യായം മുതലാണ് ചിന്തിക്കുന്നത്. ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം മുതൽ. കഴിഞ്ഞ ദിവസം നമ്മൾ 10-ാമത്തെ അധ്യായം വരെ വായിച്ചിരുന്നു, ചിന്തിക്കുകയും ചെയ്തു. അതിൽ യാഗങ്ങളെക്കുറിച്ചും അത് ചെയ്യേണ്ട രീതികളെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് 10-ാമത്തെ അധ്യായം വരെ ഉണ്ടായിരുന്ന ദൈവകൽപ്പനകൾ. അതിനുശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ കഴിക്കാൻ അനുവാദമുള്ളതും കഴിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള മാംസാഹാരങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് ഉൽപ്പത്തി പഠിക്കുമ്പോൾ കണ്ടു, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടെല്ലാം സസ്യങ്ങളും പഴങ്ങളും ഒക്കെ ആയിരുന്നു. അതായത് പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു എന്ന് വേണം പറയാം. അതിനുശേഷം പ്രളയ സമയത്താണ് പിന്നീട് ദൈവം മനുഷ്യന് അനുഗ്രഹിച്ച് കൽപ്പിച്ച് കൊടുത്ത കൂട്ടത്തിലാണ് മൃഗങ്ങളെയും കഴിക്കാം, മൃഗങ്ങളും നിനക്ക് ആഹാരമായി തീരുമെന്ന് കൽപ്പിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഈ മൃഗങ്ങളിൽ തന്നെ ഏതേത് മൃഗങ്ങളെ കഴിക്കാം, ഏതേത് മൃഗങ്ങൾ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചുള്ള പ്രമാണങ്ങളാണ് ഇതിൽ ഈ ഒരു 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങൾ ഇവ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വയ്ക്കുകയാണ്. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവ് ഇറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവ് ഇറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ ഇവ. അപ്പോൾ ആദ്യം പറയുന്ന കണ്ടീഷൻ, മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അങ്ങനെയുള്ള, പിന്നെ അയവിറക്കുന്നത്, ഇതാണ് ഒരു കണ്ടീഷൻ പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ അയവിറക്കുന്നതും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തത് താഴെ പറയണം. അതായത് 3 കണ്ടീഷനിൽ 2 കണ്ടീഷൻ ഇതിൻ്റെ അത് ഉള്ളൂ. അതായത് ആ കണ്ടീഷനിലുള്ള ഒരെണ്ണം ഒട്ടകമാണ്. ഒട്ടകം അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായക കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധം. പിന്നെ ഒന്ന് കുഴിമുയൽ, അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പിളർന്നതല്ലായകയാൽ അത് അശുദ്ധം. പിന്നെ മുയൽ, അതുപോലെ തന്നെ. പിന്നെ പന്നി, കുളമ്പ് പിളർന്നതായി കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് തന്നെയെങ്കിലും അയവിറക്കുന്നതല്ല. ഇവയുടെ മാംസം നിങ്ങൾ തിന്നരുത്, പിണ്ണം തൊടുകയും വരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൃഗങ്ങളിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ മൃഗങ്ങൾ എല്ലാം കൊമ്പില്ലാത്ത മൃഗങ്ങളാണ്, കൊമ്പ് ഇല്ലാത്തവയാണ്. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും വെള്ളത്തിലുള്ള ജീവികൾ ഏതൊക്കെയാണ് തിന്നാൻ പറ്റുന്നത് എന്നുള്ളതാണ് അടുത്തത്. കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചിറകും ചെതുമ്പലും ഉള്ള എല്ലാം തിന്നാം. ചിറകും ചെതുമ്പലും ഉള്ള എല്ലാ മത്സ്യങ്ങളും, മീനുകളെയും തിന്നാനായിട്ട് പറ്റും. മീനല്ലാത്ത ഈ ചിറകും ചെതുമ്പലും ഇല്ലാത്തതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ കൂടാതെ പക്ഷികളിൽ അറപ്പായിരിക്കേണ്ടുന്നവ ഇവയെന്നും പറഞ്ഞൊരു ലിസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. കഴുകൻ, ചെമ്പരുന്ത്, കടൽറാഞ്ചൻ, ഗൃദ്ധം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ള്, കടൽക്കാക്ക, അതത് വിധം പ്രാപ്പിടിയൻ, നത്ത്, നീർക്കാക്ക, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, പെരിഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നരിച്ചീർ എന്നിവയും ചിറകുള്ള ഇഴജാതിയിൽ 4 കാലുകൊണ്ട് നടക്കുന്നതൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം. 4 കാലുകൊണ്ട് നടക്കുന്ന എല്ലാറ്റിലും നിലത്ത് കുതിക്കേണ്ടതിന് കാലുമേ തുടയുള്ളവയെ നിങ്ങൾ തിന്നാം. അപ്പോൾ കാലുമേ തുടയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി, താറാവ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ.
ഇപ്പോൾ ഈ തിന്നരുതാത്ത ഈ പക്ഷികളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പൊതുവായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതി, ഇവ ഈ എന്ത് അഴുകിയ വസ്തുവും കഴിക്കുന്ന തരത്തിലുള്ള പക്ഷികളാണത്. പൊതുവെ അതിൻ്റെ ഒരു പൊതുവെയുള്ളൊരു രൂപം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്, അത് കഴിക്കുന്നതെല്ലാം എന്ത് സാധനം റോഡ് എന്ത് കിടന്നു കഴിഞ്ഞാലും, വഴിയിൽ എന്ത് കിടന്നു കഴിഞ്ഞാലും അത് എടുത്ത് കഴിക്കുന്ന പക്ഷികളാണ്. അപ്പോൾ ഇതൊന്നും ഈ തരം പക്ഷികളെ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. പിന്നെ കഴിക്കാവുന്ന സംഗതികളുടെ പേര് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ നിലത്ത് ഇങ്ങനെ കഴിക്കുന്ന കാലുമേത്തോടെയുള്ളവയെ തിന്നാം. പിന്നെ ഇവയിൽ അതത് വിധം വെട്ടുക്കിളി, അതത് വിധം വിട്ടിൽ, അതത് വിധം ചീവിട്, അതത് വിധം തുള്ളൻ എന്നിവയെ നിങ്ങൾക്ക് തിന്നാം. പിന്നെ വീണ്ടും പറയുന്നുണ്ട്, ചിറകും 4 കാലുമുള്ള ശേഷം ഇഴജാതിയൊക്കെയും നിങ്ങൾക്ക് അറപ്പായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഓന്ത്, പല്ലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തിന്നാനായിട്ട് പാടില്ല. അപ്പോൾ ഈ വിട്ടിൽ, ചീവീട്, തുള്ളൻ ഇതിനെയൊക്കെ തിന്നാം. പിന്നെ ഈ നിലത്ത് കുതിക്കുന്ന ബാക്കി ഈ കാലുമേത്തോടെയുള്ള എല്ലാ പക്ഷികളെയും തിന്നാം. കോഴി, താറാവ് ഇങ്ങനെയുള്ള വസ്തുക്കളെ. പിന്നെ അതിന് ശേഷം 29-ാമത്തെ അധ്യായത്തിലേക്ക് വാക്യത്തിലേക്ക് വരുമ്പോൾ, നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായത് ഇവ എന്ന് പറഞ്ഞ് അതിൻ്റെ ലിസ്റ്റ് പറയുന്നുണ്ട്. പെരിച്ചാഴി, എലി, അതത് വിധ ഉടുമ്പ്, അളുങ്ക്, ഓന്ത്, പല്ലി, അരണ, തുരവൻ ഇതെല്ലാം അശുദ്ധമാണ്. ഇതൊന്നും തിന്നാനായിട്ട് പാടില്ല. പിന്നെ അതിന് ശേഷം ഈ ഇതിൻ്റെ ശുദ്ധവും അശുദ്ധവുമായിട്ടുള്ള പാത്രങ്ങൾ, അത് ഈ വസ്തുക്കൾ, ഈ അശുദ്ധമായിട്ടുള്ള ജീവികൾ വീണ വസ്തുക്കൾ ഏതൊക്കെയാണ് ശുദ്ധം അശുദ്ധം എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു സംഗതി, തിന്നുന്ന വല്ല സാധനത്തിന് മേലെ ആ വെള്ളം വീണാൽ, അതായത് ഒരു മൺപാത്രത്തിൽ വീണിട്ട് അതിന് മൺപാത്രത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വേറെ ഏതെങ്കിലും ഭക്ഷണത്തിൽ വീണാൽ ആ ഭക്ഷണം അശുദ്ധമായിട്ട് മാറും. പിന്നെ അതിൻ്റെ പിണം, അതായത് അതിൻ്റെ വിസർജ്യം ഏതെങ്കിലും വീണ് അത് അശുദ്ധമാകും. പിന്നെ അത് കൂടാതെ 36-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നീരുറവയും വെള്ളമുള്ള കിണറും ശുദ്ധമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെയൊക്കെ പിണം അല്ലെങ്കിൽ ഈ ജീവികളൊക്കെ എങ്ങാനും വീഴുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും നീരുറവ് എന്ന് വെച്ചാൽ വെള്ളം ഒഴുക്കുള്ള ഒരു സ്ഥലം, അതാണ് നീരുറവ്. പിന്നെ വെള്ളമുള്ള കിണറിനകത്തും ഇതുപോലെ വെള്ളത്തിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ശുദ്ധമായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഓരോ നിയമങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് അശുദ്ധനാകുന്നതും അതിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം 41-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, നിലത്ത് ഇഴയുന്ന ഇഴജാതിയെല്ലാം അറപ്പാകുന്നു, അതിനെ തിന്നരുത്. പാമ്പുകളെ തിന്നാൻ പാടില്ല. ഉരസ് കൊണ്ട് ചരിക്കുന്നതും 4 കാൽ കൊണ്ട് നടക്കുന്നതും അല്ലെങ്കിൽ അനേകം കാലുള്ളതായി നിലത്ത് ഇഴയുന്ന യാതൊരു ഇഴജാതിയും നിങ്ങൾ തിന്നരുത്. ഈ അട്ട അങ്ങനെയുള്ള ജീവികൾ, പാമ്പ് ഇങ്ങനെയുള്ള ഇഴഞ്ഞു പോകുന്ന ഒരു സാധനത്തിന് തിന്നാനായിട്ട് പാടില്ല. അവ അറപ്പാകുന്നു. യാതൊരു ഇഴജാതിയെ കൊണ്ടും നിങ്ങളെ തന്നെ അറപ്പാക്കരുത്. അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ അശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയാലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. അത് വളരെ കൃത്യമായിട്ട് പല തവണ അത് ആവർത്തിച്ച് ദൈവം കൽപ്പന കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് അത്രയും ഇമ്പോർട്ടൻസ് അതിന് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പറയുന്നത്. പിന്നെ അതിന് ശേഷം ലാസ്റ്റത്തിൽ വരുമ്പോൾ ശുദ്ധവും അശുദ്ധവും തമ്മിലും തിന്നരുതാത്ത മൃഗത്തെയും തമ്മിലും വകതിരിക്കേണ്ടതിന് ഇത് മൃഗങ്ങളെയും പക്ഷികളെയും
വെള്ളത്തിൽ ചലനം ചെയ്യുന്ന സകല ജന്തുക്കളെയും നിലത്ത് ഇഴയുന്ന ജന്തുക്കളെയും പറ്റിയുള്ള പ്രമാണമാകുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ കണ്ടീഷൻസ് പറയുന്നുണ്ട്. കുളമ്പ് പിളർന്നു നിൽക്കുന്നതും രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതായ ഒക്കെയാണ് തിന്നാവുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് തന്നെ ഈ 3 കണ്ടീഷനും ഒക്കാത്ത മൃഗങ്ങൾ തിന്നാനായിട്ട് പാടില്ല. അപ്പോൾ ആ തിന്നാനായിട്ട് പാടില്ലാത്ത മൃഗങ്ങളുടെ ആ ഒരു ലിസ്റ്റ് കൊടുക്കുന്നതിലൊരു കോമൺ ആയിട്ടുള്ള ഈ 2 കണ്ടീഷൻ അത് കൂടാതെ ഉള്ളൊരു ഫാക്ടർ ശ്രദ്ധിച്ചത് ഇവയൊന്നും കൊമ്പില്ലാത്ത മൃഗങ്ങളാണ്. അതൊരു കോമൺ ഇതായിട്ട് വേണമെങ്കിൽ പറയാവുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഓരോ അധ്യായങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതലുള്ള പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പാപം മൂലം സ്വയം ഒരുപാട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിയമങ്ങളും പ്രമാണങ്ങളും കൊടുത്ത് ദൈവം മനുഷ്യനെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമങ്ങളെല്ലാം വരുന്നത്. പിന്നീട് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയൊക്കെയാണത് ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. 33 ദിവസമാണ് അതിൻ്റെ രക്തശുദ്ധീകരണ കാലഘട്ടമായിട്ട് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 13-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പകർച്ചവ്യാധികൾ അങ്ങനെയുള്ള രോഗങ്ങൾ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, അതിൻ്റെ പരിഹാരമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് പകർച്ചവ്യാധി വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ 13-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത് എന്തെന്നാൽ, ഒരു മനുഷ്യൻ്റെ ത്വക്കിന്മേൽ തിണർപ്പോ ചുണങ്ങോ വെളുത്ത പുള്ളിയോ ഇങ്ങനെ കുഷ്ഠത്തിൻ്റെ വടു കണ്ടാൽ അവനെ പുരോഹിതനായ അഹരോൻ്റെ അടുക്കലോ പുരോഹിതന്മാരായ അവൻ്റെ പുത്രന്മാരുടെ ഒരുത്തൻ്റെ അടുക്കലോ കൊണ്ടുവരണം. അപ്പോൾ അതങ്ങനെ നോക്കിയിട്ട് അത് പുരോഹിതന്മാരാണ് അതിൽ തീരുമാനിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടത് ഈ പകർച്ചവ്യാധികളിലെല്ലാം കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ക്വാറൻറ്റൈൻ ടൈം ഇതിൻ്റേത് കൃത്യമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഓരോ രീതിയിലും പല കണ്ടീഷൻസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അങ്ങനെയുള്ളതാണെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുക്കണം എന്ന രീതിയിൽ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് 7 ദിവസം അടച്ചിടണം. അത് കഴിഞ്ഞിട്ട് അത് 7 ദിവസം കഴിഞ്ഞിട്ട് 7-ാം ദിവസം പുരോഹിതൻ പോയി നോക്കണം. അത് വീണ്ടും നോക്കിയിട്ട് പരക്കാതെ കണ്ട സ്ഥിതിയിൽ തന്നെ പിന്നെയും നിൽക്കുകയാണെങ്കിൽ പിന്നെ അടുത്ത 7 ദിവസത്തേക്ക് അത് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം വീണ്ടും നോക്കിയിട്ട് പരക്കാതെ പിന്നെയും വടു മങ്ങിയതായിട്ട് പരക്കാതെയൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അപ്പോഴത്തേക്കും അത് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അത് ചുണങ്ങാണ്, അതുകൊണ്ടാണ് അത് പരക്കാത്തത്. അപ്പോൾ ഇങ്ങനെ അവൻ പിന്നെ വസ്ത്രം അലക്കി ശുദ്ധി ഉള്ളവനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചുണങ്ങ്, പിന്നെ ഈ കുഷ്ഠം, ഇങ്ങനെയുള്ള ഈ ത്വക്കിന്മേൽ വരുന്ന അസുഖങ്ങൾ, ഈ ത്വക്കിൽ പിന്നെ ഉണ്ടാകുന്ന പരു, അങ്ങനെയുള്ള ഓരോ ലക്ഷണങ്ങൾ, ഇതെല്ലാം പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ വരുന്ന അസുഖങ്ങളാണ്. അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചാണ് ആ ഒരു അധ്യായത്തിൽ ഫുള്ളായിട്ട് പറയുന്നത്. പിന്നെ വടു, അതായത് ഈ ഓരോരോ ഇങ്ങനെ ഈ മുഴ പോലെ വരുന്നതും അങ്ങനെയുള്ള പിന്നെ അടയാളങ്ങളും അങ്ങനെയുള്ള ഈ ത്വക്കിന്മേലും അതിൻ്റെ താഴെയും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ വൈറൽ അസുഖങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാറൻറ്റൈൻ പീരീഡ്സും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്
പറയുന്നത്. പിന്നെ അന്ന് ഇത് തീരുമാനിക്കേണ്ടത് പുരോഹിതനാണ്. പുരോഹിതൻ പിന്നെ അതിന് ശേഷം തലമുടി കൊഴിഞ്ഞ് കഷണ്ടി കാരൻ്റെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കുഷ്ഠത്തിൻ്റെ വടു തലയിലും മറ്റുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. പിന്നെ വസ്ത്രങ്ങൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യവും ഈ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. അത് 52-ാമത്തെ വാക്യത്തിൽ വടുവുള്ള സാധനം ആട്ടിൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടോ തോല് കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ട് കളയണം. അത് കഠിന കുഷ്ഠം. അപ്പോൾ ഈ കഠിന കുഷ്ഠം അങ്ങനെയുള്ള ഈ വടു പരന്നു കഴിഞ്ഞാൽ അത് വലിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ അവരുടെ ഡ്രസ്സ് പോലും പിന്നെ വെക്കാൻ പാടില്ല, അത് ചുട്ട് കളയണം എന്നാണ് കൽപ്പിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നീട് ഈ ശുദ്ധി വരുത്തുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ദിവസം ഇങ്ങനെ ഈ ചില കണ്ടീഷൻസ് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ ഇങ്ങനെ ക്വാറൻറ്റൈനിൽ നിൽക്കണം. ക്വാറൻറ്റൈനിൽ നിന്നിട്ട് അതിന് ശേഷം അത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ അത് ശുദ്ധനെങ്കിൽ ശുദ്ധൻ, അല്ലെങ്കിൽ അശുദ്ധനെങ്കിൽ അശുദ്ധനെന്ന് വിധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അശുദ്ധനാണെങ്കിൽ പിന്നെ പുറത്ത് തനിച്ച് പാർക്കണം. അതിൻ്റെ പാർപ്പ് പാളയത്തിന് പുറത്ത് ആയിരിക്കണം. അങ്ങനെ ക്വാറൻറ്റൈനിൽ നിൽക്കണം. പിന്നെ 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇതിന് തന്നെ ബാലൻസായിട്ട് വരുന്നതാണ്. ഇപ്പോൾ കുഷ്ഠമാണെന്ന് തെളിയിച്ച് ഇത് ഇങ്ങനെയുള്ള കുഷ്ഠം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ഇതുപോലുള്ള അസുഖങ്ങളാണെന്നുള്ളത്, ഈ പകർച്ചവ്യാധി പോലുള്ള അസുഖങ്ങളാണെന്ന് പുരോഹിതൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ക്വാറൻറ്റൈന് പുറത്തായിട്ട്. കാരണം അസുഖങ്ങൾ വരുന്നത് ദൈവകോപം കൊണ്ടാണ്. അപ്പോൾ ദൈവകോപത്തിന് എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിൽ 14-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യം, ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂല്, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത് പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിവാനുള്ളതിൻ്റെ മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രം അലക്കി രോമമൊക്കെയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അതിൻ്റെ ശേഷം അവൻ പാളയത്തിൽ ചെന്ന് തൻ്റെ കൂടാരത്തിന് പുറമേ 7 ദിവസം പാർക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരുകവും എല്ലാം വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം അലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. പിന്നെ അതിന് ശേഷം പിന്നെ യാഗത്തിന് വേണ്ടി, ഭോജനയാഗത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഉറവ് വെള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിവാനുള്ളതിൻ്റെ മേൽ 7 പ്രാവശ്യം തളിക്കണമെന്ന് പറഞ്ഞു. ഉറവ് വെള്ളം എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ഫ്ലോ ഉള്ള വെള്ളത്തിൽ ആണിത് കഴുകേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉറവ് വെള്ളത്തിൽ കണ്ടിന്യൂസ് ഫ്ലോ ഉള്ള വെള്ളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ അലക്കുന്ന തുണികളോ അല്ലെങ്കിൽ അതിൽ ഒരാൾ കുളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവനെന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കൂടെ കിടന്നിട്ട് ആ വെള്ളം വൃത്തികേടാകത്തില്ല, അല്ലെങ്കിൽ ആ വെള്ളം മലിനമായിട്ട് പോകത്തില്ല. കാരണം അത് ഒഴുകുന്ന വെള്ളമാണ്. അപ്പോൾ അവൻ കുളിക്കുന്ന വെള്ളം ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കും. വരുന്ന വെള്ളം നല്ല വെള്ളമായിരിക്കും. അപ്പോൾ അത് പിന്നീട് മറ്റുള്ളവർക്കും ഉപയോഗിക്കാനായിട്ട് കഴിയും. അത് വളരെ കൃത്യമായിട്ട് വചനത്തിൽ ദൈവം മോശയോട് കൽപ്പിച്ചതിൽ കൃത്യമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം അവൻ്റെ അസുഖം എന്ന് പറയുന്നത് പകർച്ചവ്യാധിയാണ്, വൈറൽ അറ്റാക്കാണ്. അപ്പോൾ വൈറസ് പിടിച്ചിട്ടുള്ള അങ്ങനെയുള്ള അസുഖങ്ങളിൽ ഉറവ് വെള്ളത്തിലല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുളിക്കുന്നവർക്ക് ഈ പകർച്ചവ്യാധി മറ്റുള്ളവർക്ക് പകരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പാളയത്തിന് അത് ഉള്ളിൽ ജീവിക്കാൻ പാടില്ല, പാളയത്തിന് വെളിയിൽ
അപ്പോൾ ഐസൊലേറ്റ് ചെയ്യണം. പിന്നെ അത് എത്രയും പീരീഡ് അവിടെ നിന്നിട്ട് ക്വാറൻറ്റൈൻ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ അധ്യായങ്ങളിലെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. പിന്നെ അതിന് ശേഷം, കാരണം ഇത്രയും അസുഖങ്ങളെല്ലാം വരുന്നത് വെറും വൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ദൈവകോപത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിന് അത് വേണ്ട യാഗം കഴിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഹോമയാഗവും പാപയാഗവും ഒക്കെ വേണ്ടതുപോലെ ചെയ്യണം. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ആ അധ്യായത്തിൽ പറയുന്നു. പിന്നെ അതിന് ശേഷം ഇത് ഈ പോകുന്ന വഴിക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന് ശേഷം പിന്നെ കനാൻ ദേശത്ത് ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇത് അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു വീട്ടിൽ, കാരണം അവിടെ ചെല്ലുമ്പോൾ പാളയമല്ല, അവർക്ക് ഓരോരുത്തർക്കും ഓരോ വീടുകളായിരിക്കാം. അപ്പോൾ ആ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ പിന്നീട് പറയുന്നത്. പിന്നെ അതിൽ 51 വാക്യത്തിൽ വീണ്ടും ഈ ഒഴുകുന്ന വെള്ളത്തിൽ, ഉറവ് വെള്ളത്തിൽ തന്നെ കഴുകേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശുദ്ധീകരണവും മറ്റു കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ കാര്യങ്ങൾ, ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിൻ്റെയും വീട്ടിൻ്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കും ഉള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇത്രയാണ് ഈ 14-ാമത്തെ അധ്യായം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം കൽപ്പനകളൊക്കെ അല്ലെങ്കിൽ പ്രമാണങ്ങൾ കൊടുക്കുന്ന സമയം വരെയും പിന്നെ അതുവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ്, ജ്ഞാനം മനുഷ്യനില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതുപോലെ ഈ വിശേഷപ്പെട്ട വസ്തുക്കളും തുണിത്തരങ്ങളും വസ്ത്രങ്ങളും പിന്നെ പണികൾ, ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനാത്മാവ്, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യന് ഉള്ള കഴിവുകളൊക്കെ കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. ഇസ്രായേൽ മക്കളെ തന്നെ അതിന് വേണ്ടി പ്രത്യേകമായിട്ട് ആളുകളെ ദൈവം വേർതിരിച്ച് അവർക്ക് അതിനുള്ള ജ്ഞാനം കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ അളവുകളും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അതുപോലെയാണ് പിന്നീട് ദൈവത്തിൻ്റെ മന്ദിരവും ഒക്കെ ഉണ്ടാക്കിയതും പിന്നെ സമാഗമന കൂടാരവും ഒക്കെ തയ്യാറാക്കിയതെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രമാണങ്ങളാണ് ഈ ഇങ്ങനെ കൽപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് മനുഷ്യന് അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഒരു ഓർഡർ വരാനായിട്ട് ഇടയായിത്തരും. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു മനുഷ്യരെ ഇപ്പോൾ 40 വർഷം മരുഭൂമിയിൽ കൂടി നടത്തി അവർക്കൊരു അവരുടെ അനുസരണത്തിനുള്ളൊരു ശിക്ഷയായിട്ട് കൂടിയാണ് 40 വർഷം എന്നത് ആണെങ്കിൽ പോലും ആ 40 വർഷവും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ ഒരു അച്ചടക്കം വരുന്നതിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏതായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബാക്കി അധ്യായങ്ങളിലും ഇതുപോലുള്ള കൽപ്പനകളും പ്രമാണങ്ങളുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.